ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എത്ര പേർക്ക് ഇതിൽ സന്തോഷമുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പലരോടും പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നും അതിൽ സന്തോഷമുള്ളതായി ഞാൻ കണ്ടതുമില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 17 വർഷത്തിന് ശേഷം ദൈവം തന്ന ഈ സന്തോഷത്തെ അപ്പോൾ തന്നെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പലരും പറയും സന്തോഷങ്ങളെ എപ്പോഴും ഷെയർ ചെയ്യരുതെന്ന്. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല. ഹല്ലേലൂയ. അവൻ നമുക്കൊരു വഴി തുറന്നാൽ ആർ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും? പക്ഷേ ഒരു വാതിൽ നമുക്ക് തുറന്നിരിക്കുന്നു, ശത്രുക്കൾ അനേകരുണ്ടെന്ന് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ശത്രുവിനെ മാത്രമാണ് നോക്കുന്നത്, ആ തുറന്നിരിക്കുന്ന വാതിലിനെ നോക്കുന്നില്ല. എന്നാൽ അനേക വർഷങ്ങൾക്ക് ശേഷം 17 വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം വലിയൊരു വാതിൽ തുറന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് അമ്മമാരും നമ്മൾ പിതാക്കന്മാരുമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഒരാഗ്രഹമായിരിക്കും. അവർ ദൈവത്തെ അറിയണം, അവർ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തണമെന്ന്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. സോ അപ്പോൾ എൻ്റെ ടെസ്റ്റിമണിയോട് ചേർന്ന് ഷിത്തീം മുതൽ ഗിൽഗാൽ വരെ ഒന്ന് ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വർഷത്തിൽ ജൂൺ മാസത്തിൽ 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതാണ്. നിങ്ങൾ യഹോവയുടെ നീതി പ്രവർത്തികളെ അറിയേണ്ടതിനും മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബയോറിൻ്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ഷിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സു പ്രായമുള്ള കാളക്കിടാവിലോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഹല്ലേലൂയ. സോ ഉദരഫലത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ ദൈവം നമ്മളുടെ ഹൃദയത്തിൽ ഒരു ഭാരം തരുന്ന സമയത്ത് നമ്മളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഭാരത്തെ ഇറക്കി വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ റൈറ്റ് ടൈമിൽ ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇന്ന് നമ്മൾ നോക്കുന്നത് ഷിത്തീം മുതൽ ഗിൽഗാൽ വരെ ഓർക്കുക. ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ എത്ര ദൂരം നടന്നുവെന്നൊന്ന് ഓർക്കണം എന്ന് നമ്മളെല്ലാവരും ഈ മീഖായുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, നിങ്ങൾ എത്ര ദൂരം നടന്നുവെന്ന് ഓർക്കുക. ഇത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തതാണ്. ആത്മീയമായൊരു യാത്രയാണ്. ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. അതൊരു വേ ആണ്. അതിലൂടെ നിങ്ങൾ നടക്കണം. ഷിത്തീം എന്ന് പറയുന്നത് ഒരു വീഴ്ചയുടെ, ഒരു തളർച്ചയുടെ, ഒരു ക്ഷീണത്തിൻ്റെ, ഒരു നിന്ദയുടെ സ്ഥലമാണ്. അവിടെ ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിലേക്ക് സെപ്പറേറ്റ് ആയി പോകുന്നൊരു സ്ഥലമാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് പാപം അവരെ ക്ഷീണിപ്പിച്ചു, അവരെ ദുർബലരാക്കി, അവരെ നിന്ദാപാത്രമാക്കി, അവരെ കുനിച്ചിരിക്കുവാൻ ഇടയാക്കി. പക്ഷേ അത്ഭുതകരമായ കാര്യം എന്താണെന്നോ? ദൈവം അവരുടെ കഥ ഷിത്തീമിൽ അവിടെ നിർത്തിയില്ല, അവിടെ അവസാനിപ്പിച്ചില്ല. എൻ്റെയും നിൻ്റെയും ജീവിതമായി പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും അനേക കാര്യങ്ങൾ നമ്മൾ ഷിത്തീമിൽ നമ്മൾ തളർന്നിരിക്കുകയായിരിക്കാം. പക്ഷെ നിനക്കൊരു യാത്രയുണ്ട് ഗിൽഗാൽ വരെ. ആ യാത്ര നീ എപ്രകാരം പോകണമെന്നാണ് ഈ മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഓരോ ജേർണിയും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല, ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഇരിക്കുകയാണ് തളർന്നിട്ട്. ഷിത്തീം മതി കർത്താവേ, ഗിൽഗാൽ വേണ്ട എന്ന്. പക്ഷെ നിന്നെ ഗിൽഗാലിൽ എത്തിക്കുക തന്നെ ചെയ്യും. നിന്റെ ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. ഷിത്തീമിൽ നിന്ന് യോർദാനിലേക്കും യോർദാനിൽ നിന്ന് ഗിൽഗാലിലേക്കും ദൈവം ഓരോ ചുവടും അവരുടെ കൂടെ അവരെ നയിക്കാനിടയായി, അവരോടൊപ്പം നടക്കുവാനിടയായി. ഗിൽഗാൽ എന്ന് പറയുമ്പോൾ ഒരു പുതിയ തുടക്കമാണ്. അവിടെ ദൈവം പറയുന്നത്, നിങ്ങളുടെ നിന്ദ ഞാൻ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന്. ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയം. നമ്മൾ വീണ്ടെടുത്ത് നമ്മെ വിട്ടുകളയുന്ന ദൈവമല്ല, നമ്മെ അവിടെ നിന്നും മാറ്റി തൻ്റെ മഹത്വത്തിനായി നമ്മളെ ഉയർത്തുകയാണ് അവൻ്റെ പദ്ധതി. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ആ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. പക്ഷേ ഈ യാത്ര അത്ര എളുപ്പമല്ല.
അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പിന്തുടർന്നു, അവർ കാത്തിരുന്നു, അവർ അനുസരിച്ചു. അപ്പോഴാണ് യോർദാൻ രണ്ടായി പിളർന്നത്. നമ്മളോടും ഇന്ന് പറയാണ്, നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുവെങ്കിൽ, നീ കേട്ട ശബ്ദം, മറ്റൊരു വ്യക്തി കേട്ട ശബ്ദത്തെക്കുറിച്ചല്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല, നീ കേട്ട ശബ്ദം, നീ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പിന്തുടരുമ്പോൾ നീ കാത്തിരിക്കണം, നീ അത് അനുസരിക്കണം. അപ്പോൾ നിന്റെ മുൻപിലുള്ള യോർദാൻ രണ്ടായി പിളരും. നിന്റെ വിശ്വാസത്തിനനുസരിച്ചാണ് നിന്റെ വഴികൾ തുറക്കപ്പെടുന്നത്. ഇന്നും അതേ സത്യം തന്നെയാണ്. പ്രാർത്ഥനയില്ലാതെ ഗിൽഗാൽ അനുഭവിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ നിങ്ങൾ പറഞ്ഞാട്ടെ, എൻ്റെ പേഴ്സണൽ പ്രെയർ, എനിക്ക് അനേക പേര് മെസ്സേജ് അയക്കുന്നതാണ്, സഭയെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു സന്തോഷവുമില്ല, സമാധാനമില്ല. സഭയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ സഭയല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. സഭയുടെ പ്രാർത്ഥന ഓക്കെ, അത് അവരെ ദൈവം പ്രേരിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കും. നിന്റെ പേഴ്സണൽ പ്രെയറാണ് ഇമ്പോർട്ടൻ്റ്. പ്രാർത്ഥനയില്ലാതെ നിന്റെ ഗിൽഗാൽ നിനക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. നീ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കാനും പറ്റുന്നിരിക്കത്തില്ല. ദൈവസാന്നിധ്യത്തിലെ സമയം ചെലവഴിക്കാതെ യോർദാൻ തുറക്കത്തില്ല. ആമേ. ദൈവത്തോടൊപ്പം നടക്കാത്തവർക്ക് ദൈവം ഒരുക്കിയ പുതിയ തുടക്കം അനുഭവിക്കാനാകത്തില്ല. ഇത് പുതിയ നിയമത്തിൻ്റെ സിസ്റ്റം മാത്രമല്ല, പഴയ നിയമത്തിലും ഇത് തന്നെയാണ്. ഇത് അറിഞ്ഞ എനിക്ക് അസത്യം ഞാൻ അറിയുകയും ആ സത്യം എന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്തു. ഇന്ന് പലരും അനുഗ്രഹം ആഗ്രഹിക്കുന്നു, വിടുതൽ ആഗ്രഹിക്കുന്നു, ടെസ്റ്റിമണി ആഗ്രഹിക്കുന്നു, എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, മറ്റുള്ളവരോട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ല. ഇന്നെൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം, രാവിലെ ഏർലി മോർണിംഗിൽ ബാൽക്കണിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ കുറേ സമയം അന്യഭാഷകളിൽ ഒരു 4:30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെ നല്ലതായി അറിയുന്നു. അനേക വിഷയങ്ങൾ ഹൃദയത്തിലൂടെ കടന്നുപോയി. കുറേ സമയങ്ങൾ കഴിയുമ്പോൾ കർത്താവേ, വളർന്നുകൊണ്ടിരിക്കുന്ന പാസ്റ്റേഴ്സ്, വിശ്വാസികൾ, അവരെക്കുറിച്ചൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആത്മഭാരം ഈ ദിവസങ്ങൾ ഉപവാസത്തിന് ശേഷം തരുന്നത്. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഓർത്തിങ്ങനെ ഹൃദയത്തിലൂടെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് ഒന്നുമേ സംസാരിച്ചില്ല. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നു. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായി ദൈവത്തിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഞാൻ ലിറ്ററലി കരയുകയാണ്. ആത്മസാന്നിധ്യത്തിൽ ഞാൻ മുട്ടുമടക്കി അവിടെ ഇരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അവൻ നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. അവൻ നമ്മെ അവസാനം വരെയും ടെസ്റ്റ് ചെയ്യും. ഓരോ ദിവസത്തിലും അവനെ രുചിക്കണം, അവനോടൊപ്പം യാത്ര ചെയ്യണം. ദൈവസാന്നിധ്യത്തിൽ മുട്ടുകുത്തുന്നവർ ഒരിക്കലും അതേ നിലയിൽ തുടരത്തില്ല. അവൻ്റെ മുൻപിൽ തുറന്നു വെച്ചിരുന്ന വാതിൽ ആർക്കും അടയ്ക്കാനും പറ്റത്തില്ല. മനുഷ്യർ വായ് കൊണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ നോക്കും, ലുക്ക് കൊണ്ട്, സംസാരം കൊണ്ട്, ചില പ്രവർത്തികളിലൂടെ നമ്മളെ വേദനിപ്പിക്കാൻ നോക്കും. പക്ഷേ ദൈവസാന്നിധ്യത്തിൽ മുട്ടുകുത്തുന്ന ഒരിക്കലും ഒരു വ്യക്തിയും അവിടെ നിലംപരിചാകത്തില്ല. അവർ വീണ്ടും എഴുന്നേൽക്കും. 6 പ്രാവശ്യം വീണാലും 7-ാം പ്രാവശ്യം നിലംപരിചാകയില്ല. ആമേൻ പറഞ്ഞാട്ടെ. പ്രാർത്ഥനയിൽ കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം പുതിയ വാതിലുകൾ തുറക്കും. കണ്ണുനീരോടെ നമ്മൾ എന്തെല്ലാം വിതച്ചുവോ അതെല്ലാം ആത്മീയമായ വിഷയങ്ങൾ ആർപ്പോടെ കൊയ്യും. ഏതെങ്കിലും ഒരു ആത്മീയ വിഷയത്തെ ഓർത്ത്, നിന്റെ കുടുംബത്തിനെ ഓർത്ത് നീ ഭാരപ്പെട്ടിട്ടുണ്ടോ, നീ കരഞ്ഞിട്ടുണ്ടോ, ആ വിഷയങ്ങളിലെല്ലാം ദൈവം നിനക്ക് മറുപടി തരും. ഇന്ന് നീ ശിത്തീമിലാണോ, നിരാശയിലാണോ, പരാജയത്തിലാണോ, അതോ ആത്മീയമായ വരൾച്ചയിലാണോ? നമ്മളൊന്ന് നോക്കിയേ നമ്മളെ തന്നെ. ഇന്നത്തെ ദിവസം ശിത്തീമിലാണോ എന്ന് പറഞ്ഞാൽ തളർന്നിരിക്കുകയാണോ, കുനിഞ്ഞിരിക്കുകയാണോ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുകയാണോ, ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കുകയാണോ, നിരാശയിലാണോ, പരാജയത്തിലാണോ, ആത്മീയമായ വരൾച്ചയിലാണോ? നിന്റെ യാത്ര അവിടെ അവസാനിക്കുന്നില്ല. നിന്നിൽ നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. നല്ല ആളുകളുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യും. ആത്മീയമായ യാത്ര ചെയ്യുന്നവരോടൊപ്പം ദൈവം നിന്നെ കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, എല്ലാം ഈസി ആവണമെന്നില്ല. നമ്മുടെ യാത്ര അവിടെ തുടങ്ങുമ്പോൾ നമ്മളുടെ യാത്ര തുടങ്ങുകയാണ്. ദൈവം നിന്നെ നടത്തും. എൻ്റെ കുഞ്ഞുങ്ങളോട് ഇന്ന് പറഞ്ഞതാണ്, ഷണ്ടൻ ആ സ്നാനപ്പെടുമ്പോൾ ഫിലിപ്പോസ് അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പിന്നീട് ഷണ്ടനും അവിടുന്ന് പോയി, ഫിലിപ്പോസും ഡിപ്പാർട്ടായി. പിന്നെ ഷണ്ടനെ നടത്തിയത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ വിധേയപ്പെടണം. ഒരു വ്യക്തിയല്ല നമ്മളെ നടത്തുന്നത്. അവർക്ക് നമ്മളെ
സപ്പോർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല വഴി കാണിച്ചു തരാൻ പറ്റും. പക്ഷെ വളർച്ച നമ്മളും നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവും ചേർന്നാണ്. എത്ര പേർക്ക് മനസ്സിലായി? എവിടെയാണ് നമ്മുടെ പരാജയം? എവിടെയാണ് നമ്മുടെ ആത്മീയ വരൾച്ച? എവിടെയാണ് നമ്മുടെ നിരാശ? നമ്മളെ നടത്തുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. പ്രാർത്ഥനയെ വീണ്ടും നീ പിടിച്ചെടുക്കണം. വചനം വീണ്ടും നീ സ്നേഹിക്കണം. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കണം. അപ്പോൾ ഇന്ന് പകൽക്കാലത്തിൽ ആത്മീയമായ വരൾച്ചയുള്ളവരെല്ലാവരും മടങ്ങി വരട്ടെ. ആ പ്രാർത്ഥനയെ നഷ്ടപ്പെട്ടു പോയതിനെ ആദ്യ സ്നേഹത്തിലേക്ക് അത് വീണ്ടും നിന്റെ ജീവിതത്തെ പുനഃസ്ഥാപിച്ച ദൈവത്തിനായ സ്തോത്രം. നീ വചനത്തെ വീണ്ടും സ്നേഹിക്കുക. അത് നിന്റെ ജീവനാണ്, അതിൻ്റെ സർവസ്വവുമാണ്, അതിൻ്റെ പ്രാണനാണ്. ആ ദൈവത്തോടൊപ്പം വീണ്ടും ചെലവഴിക്കാൻ ദൈവം ഇന്ന് നിന്നെ ഒരുക്കിയതിനായ സ്തോത്രം. അപ്പോൾ നീയും ഒരു നാൾ സാക്ഷ്യം പറയും, ഞാൻ ശിത്തീമിൽ നിന്ന് ഗിൽഗാലിലേക്ക് എത്തിയതാണ്, അതെൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയും. ഹല്ലേലൂയ. സോ എൻ്റെ സാക്ഷ്യം ഞാൻ പറയുവാൻ പോകുന്നു. ദൈവ സാന്നിധ്യത്തിൽ ചെലവഴിക്കുന്ന ഒരു നിമിഷം പോലും നിന്റെ ജീവിതത്തിൽ ദിശ മാറ്റാൻ മതിയാകും. പ്രാർത്ഥനയിൽ തുടരുക. ദൈവം നിന്നെ ഗിൽഗാലിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മറക്കണ്ട. എൻ്റെ സാക്ഷ്യം ഇതാണ്. നാളുകളായി കുഞ്ഞുങ്ങൾ 2010 മൂത്ത മോനെ കൺസീവ് ആകുന്നതിന് മുമ്പ് 2010 മാർച്ചിൽ ഞാൻ മേജർ എൻകൗണ്ടറിലൂടെ 1997 കുറച്ച് പുറകോട്ട് പോവുകയാണ്. എൻ്റെ 17ാമത്തെ വയസ്സിൽ 93 എൻ്റെ ഹൃദയത്തിലേക്ക് വചനം ടച്ച് ചെയ്യുന്നത്. ആ വചനം ഇപ്രകാരമായിരുന്നു: ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. അതായിരുന്നു എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കിട്ടിയൊരു കുറിവാക്കായിരുന്നു. അതിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. പക്ഷേ എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല, എനിക്കൊന്നും അറിയത്തില്ല. എന്നാൽ അതിനുശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അതിൻ്റെ ശേഷം ഞാൻ വലിയൊരു പിന്മാറ്റത്തിലേക്ക് പോയി. കാരണം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ആരും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. അപ്പോൾ ദൈവം അനുവദിച്ചില്ലായിരുന്നു. 97 മുതൽ 2010 വരെയും ഞാൻ 2009 വരെ ഞാൻ പിന്മാറ്റത്തിലാണ്. ശേഷം 2010 എനിക്കൊരു വലിയ ദർശനം ഉണ്ടാകുന്നു. അതിനുശേഷം ഞങ്ങൾ ചർച്ചിലേക്ക് പോകുന്നു. ഇവിടെ 2010 പേഴ്സണൽ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകുന്നതും ആ ദൈവ സാന്നിധ്യത്തിൽ എന്നെ നിറയും ദൈവം എന്നോട് സംസാരിക്കുന്നതും എന്നെ ഗൈഡ് ചെയ്യുന്നതും ഒരു ചോസനാക്കി ദൈവം മാറ്റി എന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതും ലോകത്തിൽ നിന്നും അധികാര ശുശ്രൂഷയിലേക്ക് എന്നെ കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മോശയെ പോലെ അനേകരെ നയിക്കുവാനായിട്ട്. സോ അവിടെ മുതൽ രാത്രിയിലെ എല്ലാ ദിവസവും എഴുന്നേറ്റ് മിഡ്നൈറ്റിൽ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുകയും 21 ഡേയ്സ് ആയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അന്ന് തലമുറയ്ക്ക് വേണ്ടി കർത്താവ് പ്രേരിപ്പിച്ചു, പ്രാർത്ഥിപ്പിച്ചു. 2-3 വാക്യങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ശിശുവാണ്, അധികമൊന്നും എനിക്കറിയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഹന്നായിക്ക് കുഞ്ഞിനെ കൊടുത്തതുപോലെ, സാറായിക്ക് കുഞ്ഞിനെ കൊടുത്തതുപോലെ ഒരു ദേശത്തും മച്ചിയും ഗർഭം അലസുന്നോളം ഉണ്ടായിരിക്കുക എന്നൊക്കെ ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു. പിന്നീട് അത് വിട്ടുപോയി. എക്സാക്റ്റ് അതിൻ്റെ 7 ഡേ ആയപ്പോൾ കൺസീവായി. നെക്സ്റ്റ് 2011 എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചു, മാർച്ച് മാസം. അതിനുശേഷം നെക്സ്റ്റ് ഇയറിൽ ജൂണിൽ അടുത്ത മോൻ ജനിച്ചു. ഈ ഫസ്റ്റ് മോൻ ജനിക്കുമ്പോൾ മുഴുവനും ഞാൻ ബുക്ക് എഴുതാറുണ്ട്, പാട്ട് എഴുതാറുണ്ട്. ഫുള്ള് പ്രാർത്ഥനയാണ്. അനേകരെ എഴുന്നേൽപ്പിക്കുന്നത്, പാർക്കിൽ പോയി സുവിശേഷം അറിയിക്കുന്നത്, ഒത്തിരി ജേർണിയിലൂടെ ദൈവം എന്നെ കടത്തിവിടാനിടയായി. എപ്പോഴും പാടുന്നൊരു പാട്ടായിരുന്നു എല്ലാം സാധ്യമെന്ന്. എൻ്റെ മോന് നല്ലതായിട്ട് കാണാതെ അറിയാം. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്താനോ അവരെ ചർച്ചിൽ കൊണ്ടുപോകാനോ അവർക്കൊരു ബാപ്റ്റിസത്തെക്കുറിച്ചോ കമ്മ്യൂണിനെക്കുറിച്ചോ ഒന്നുമേ പറഞ്ഞു കൊടുക്കാൻ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. വല്ലാത്ത ഒരു പിരിമുറുക്കത്തിൻ്റെ അനുഭവം. 2009 എൻ്റെ ഹസ്ബൻഡ് ആദ്യത്തെ ദർശനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നാനം നടന്നുവെങ്കിലും 6 മാസത്തിന് ശേഷം ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ 2010 അദ്ദേഹം പിന്മാറ്റത്തിലേക്ക് പോയി. ഇന്നും അദ്ദേഹം പിന്മാറ്റത്തിലാണ്. പക്ഷേ ആത്മീയമായ ആ ഗ്രാഫ് നോക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ കറക്റ്റ് സമയത്ത് ദൈവം കൊണ്ടുവരുന്ന ഓരോ കാര്യത്തിലൂടെയും പോകുമ്പോഴും ആ സമയങ്ങളും എല്ലാം ദൈവം എന്നെ അറിയിച്ചു തരുന്നതുകൊണ്ട് ഞാൻ ഭാരപ്പെടാറില്ല. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ മുന്നോട്ട് പോവുക തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ 4 പേർക്ക് സ്നാനത്തിൻ്റെ ക്ലാസ് എടുക്കാനിടയായി.
അതിലൊരു മകളും ഉണ്ടായിരുന്നു, ചെറിയ ഒരു 9ൽ പഠിക്കുന്നത്. എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ഒരു പ്രാവശ്യം ഒന്ന് ചിന്തിച്ചു. പക്ഷെ ഞാൻ ഈ 4 പേരുടെ സ്നാനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു ട്രിബുലേഷനിലൂടെ ഒരു ആഴ്ച ഞാൻ കടന്നുപോയി. എനിക്കറിയാം വലിയൊരു ബ്ലെസ്സിങ്ങിന് മുമ്പ് വലിയൊരു പ്രതികൂലത്തിലൂടെ എന്നെ ദൈവം കടത്തിവിടും. കാരണം നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായി നമ്മൾ ചെയ്യുന്ന ഓരോ ജേർണിയിലും ഒരു യാത്രയുണ്ട്. ഗിൽഗാലിൽ നിന്നും ഷിത്തീമിൽ നിന്ന് ഗിൽഗാലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രയത്നമുണ്ട് അതിൻ്റെ ബാക്കിൽ. ദൈവത്തിന് ഒത്തിരി പ്രവർത്തിക്കാനുണ്ട്, ചില അതിരുകളെ വിസ്താരമാക്കാനുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ഇടപെട്ടു കുരുടനായ ഒരു മനുഷ്യൻ്റെ കണ്ണ് തുറക്കുന്നതിനെക്കുറിച്ച്. ആ മനുഷ്യൻ്റെ കണ്ണ് തുറക്കുന്നത് വരെയും ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. അവൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ പിച്ച തെണ്ടുന്നത് നിന്നു. അവൻ കണ്ണ് തുറക്കാൻ തുടങ്ങി. അവൻ എല്ലാവരെയും കാണാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും പ്രശ്നമായത്. അവൻ്റെ മാതാപിതാക്കളെ വിളിക്കുന്നു, അവനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഓരോ ക്വസ്റ്റ്യനിലൂടെ 4 പ്രാവശ്യം അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴും അവൻ ഓരോ പ്രാവശ്യവും ദൈവത്തെ കൂടുതൽ കൂടുതൽ അവൻ്റെ വായിലൂടെ അറിയുവാൻ ഇടയായി അവർ. അപ്പോൾ അവർക്കൊന്നുമേ ചെയ്യാൻ സാധിച്ചില്ല. അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചും അനേക കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. പിറ്റേ ദിവസത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലൂടെ ശദ്രക്, മേശക്, അബേദ്നെഗോയുടെ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവർ വിശ്വസിച്ചതിൽ, ദൈവത്തിൻ്റെ ആ സ്നേഹം, ദൈവം ഒരിക്കലും കൈവിടില്ലെന്നുള്ളതൊക്കെ പറയുകയും അങ്ങനെ ഫ്രൈഡേയിൽ ഉച്ചയ്ക്ക് വളരെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് എന്നുള്ള ഒരു രീതിയിൽ പ്രാർത്ഥിക്കാൻ ആത്മാവിൽ കുറേ സമയം പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോയ കുഞ്ഞുങ്ങളാണ്. കാരണം സ്കൂൾ അടയ്ക്കുകയാണ്. ചെറിയ മോൻ്റെ, വലിയ മോൻ്റെയും ലാസ്റ്റ് ഡേ ആണ്. പിന്നെ അവർക്ക് ഇനി എക്സ്ട്രാ ക്ലാസ്സുകളേ ഉള്ളൂ 10th പക്ഷേ അവർ വന്നപ്പോൾ വളരെ ദുഃഖത്തിലാണ് വന്നത്. 2 പേരും വളരെ ദുഃഖത്തിലാണ് വന്നത്. കാരണം ചെറിയ മോൻ്റെ കുറേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും അവർക്ക് ഹാപ്പി അല്ല. അവർ കരഞ്ഞുകൊണ്ടാണ് 2 പേരും ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകാത്തത് കൊണ്ടാണ്. ലോകത്തിലിരിക്കുമ്പോൾ നിങ്ങൾ മമ്മി സ്പിരിച്വലി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അവർ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അവരോട് പറഞ്ഞു കൊടുത്തു. അവർ കേൾക്കാൻ തയ്യാറായി. ഇത്രയും നാൾ അവർ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ട്. അവർ കേട്ടു. ഇന്ന് രാവിലെ അവർ രക്ഷിക്കപ്പെടുവാനിടയായി. എല്ലാത്തിനും ദൈവം മുഖാന്തരം ഒരുക്കി. ഹസ്ബൻഡിനെ നാട്ടിലേക്ക് ദൈവം 4 ദിവസത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു ഹസ്ബൻഡ് അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ പെട്ടെന്നാണ് ഈ ശദ്രക്, മേശക്, അബേദ്നെഗോവിൻ്റെ ആ രാജാവിൻ്റെയും ആ രാജ്യത്തുള്ള എല്ലാവരുടെയും കണ്ണുകളെ ദൈവം അവരുടെ കണ്ണുകളെ തുറക്കുവാനിടയാക്കി. ശദ്രക്, മേശക് പ്രതികൂലം വന്നു, പക്ഷെ അവർ പിടിച്ചു നിന്ന ആ ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരാനിടയായി. ഗാഡ് വിൽ ഫൈറ്റ് ദിസ് ബാറ്റിൽ എന്നൊക്കെ കുറേ കാര്യങ്ങൾ ദൈവാത്മാവിനോട് സംസാരിച്ചു. എന്നെ ഉറപ്പിച്ചു. എൻ്റെ ഉള്ളിലുള്ള ഭയം വിട്ടുപോയി. ഹസ്ബൻഡ് പോകുന്നതിന് മുമ്പിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവരെ വിട്ടാൽ പറ്റത്തില്ല. ഇവരെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന്. ബാപ്റ്റിസത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. നോ പറഞ്ഞതുമില്ല, യെസ്സും പറഞ്ഞില്ല. എനിക്കറിയാം ബാക്കി എന്താണെന്ന്. എനിവേ പ്രൊസീഡ് ചെയ്തു. ഇന്ന് അവർ രക്ഷിക്കപ്പെട്ടു. എത്രമാം സന്തോഷത്തെ എത്രമാൾ തള്ളി നാം. ഹല്ലേലൂയ. എന്നുവരെ എൻ്റെ വിഷയമം എനിക്ക് ഒറ്റയ്ക്കിരുന്നാണ് കമ്മ്യൂണിയൻ എടുക്കുന്നത്, ഒറ്റയ്ക്കിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും അനേക കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ഞാനിങ്ങനെ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ 17 വർഷത്തിൽ ഒരിക്കൽ പോലും ഈ വിഷയം പറഞ്ഞ് ആരെടുത്ത് കരയാനിടയായിട്ടില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരികാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം. ഹസ്ബൻഡിനെ കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. എബ്രായ ലേഖനം 6 പറയുന്നു ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ലെന്ന്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ച വ്യക്തിയല്ല. സാധാരണ രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പാണ് പിന്മാറ്റത്തിൽ പോയത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മടക്കി കൊണ്ടുവരുമെന്ന് അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ താഴോട്ട് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ക്രൈസ്റ്റ്. വിശ്വാസം എന്ന പരിചയം എടുക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഷിത്തീം മുതൽ ഗിൽഗാൽ വരെ എന്ന യാത്രയ്ക്ക് പുതിയ നിയമത്തിൽ വളരെ മനോഹരമായ ആത്മീയ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നേരിട്ടുള്ള പ്രവചനമല്ല, എന്നാൽ പഴയ നിയമത്തിൽ ചെയ്ത കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ ആത്മീയമായി നിറവേറ്റുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഷിത്തീം എന്ന് പറഞ്ഞാൽ പാപം, ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടി.
2 കൊരിന്ത്യർ 5:17 പറയുന്നു, ആകയാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയതായി സകലവും തീർന്നിരിക്കുന്നു. ഷിത്തീം പഴയ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഗിൽഗാൽ ക്രിസ്തുവിൽ ലഭിക്കുന്ന പുതിയ ജീവിതത്തെയാണ് പ്രതികരിക്കുന്നത്. എത്ര സന്തോഷമാണ്! കാരണം എല്ലാം ഇങ്ങനെ ദൈവം അത് കണക്ട് ചെയ്ത് തരുമ്പോൾ, രാവിലെ ദൈവം ഇത് സംസാരിക്കുമ്പോൾ, ഈ അധ്യായം എനിക്ക് ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുമ്പോൾ, യോർദാൻ കടക്കൽ, ദാറ്റ് മീൻസ് സ്നാനം. റോമാലേഖനം 6:4 പറയുന്നത്, സ്നാനത്താൽ നാം അവനോട് കൂടെ മരണത്തിൽ അടക്കം ചെയ്യപ്പെട്ടു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. സോ യോർദാൻ കടക്കൽ പഴയ ജീവിതം വിട്ട് പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രം പോലെയാണ്. ഗിൽഗാൽ നിന്ന നീങ്ങി, ക്രിസ്തു നിന്ന ചുമന്നു. എബ്രായ ലേഖനം 12:2 പറയുന്നു, തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം നിമിത്തം അവൻ ക്രൂശിനെ സഹിച്ചു, അതിൻ്റെ അപമാനം അവൻ നിസാരമാക്കിയെന്ന്. സോ ഗിൽഗാൽ ദൈവം മിസ്രൈമിൻ്റെ നിന്ദ നീക്കി ക്രിസ്തുവിലൂടെ നമ്മുടെ പാപത്തിൻ്റെ അപമാനത്തിൻ്റെയും ഭാരം നീക്കപ്പെട്ടെന്നാണ്. ഹല്ലേലൂയ. സോ ദൈവസാന്നിധ്യത്തിലേക്ക് നമുക്കൊരു പ്രവേശനം ലഭിച്ചു. എബ്രായ ലേഖനം 10:22 പറയുന്നു, വിശ്വാസപൂർണമായ ഹൃദയത്തോടെ നാം ദൈവത്തിങ്കൽ അടുക്കുക, ഏത് സമയത്തും അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാനുള്ള ഒരു പ്രാഗൽഭ്യം നമുക്ക് തുറന്നു തന്നു. സോ ഷിത്തീമിൽ നിന്ന് ഗിൽഗാലിലേക്കുള്ള യാത്ര ഒടുവിൽ ദൈവത്തോടുള്ള അടുപ്പത്തിലേക്കുള്ള ഒരു യാത്രയാണ്. സോ പുതിയ നിയമത്തിൽ ആ വഴി ക്രിസ്തുവിലൂടെ എല്ലാവർക്കും നമുക്ക് തുറന്നു കിട്ടുന്നു. സോ ഷിത്തീം നമ്മളുടെ ഇന്നലെയാണ്, ഗിൽഗാൽ ദൈവം ഒരുക്കിയ നാളെയാണ്. സോ ഇടയിൽ യോർദാനുണ്ട്, അതിൽ നിന്റെ വിശ്വാസത്തിൻ്റെ പരീക്ഷയുണ്ട്. എന്നാൽ ആ യോർദാൻ കടക്കാൻ നിന്നെ സഹായിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഒരു നാളും അനാഥയെ വിടുകയില്ല. സോ അവനോടൊപ്പം നടക്കുന്നവർ പഴയ ജീവിതത്തിൽ കുടുങ്ങി അവിടെ നിൽക്കത്തില്ല, കുനിഞ്ഞിരിക്കത്തില്ല. അവൻ പുതിയ സൃഷ്ടിയായി മുന്നോട്ട് ഓട്ടക്കളത്തിൽ ഓടുക തന്നെ ചെയ്യും. ദൈവത്തെങ്കിൽ അടുക്കുവീൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. യാക്കോബ് 4:8 സോ പ്രാർത്ഥനയിലൂടെ ദൈവസാന്നിധ്യത്തിൽ തുടരുന്നവരാണ് ഷിത്തീമിൽ നിന്ന് ഗിൽഗാലിലേക്കുള്ള യാത്ര അനുഭവിക്കുന്നത്. അതാണ് പുതിയ നിയമത്തിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത്. എത്ര പേരിന്ന് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു? കർത്താവേ, എൻ്റെ ഈ പഴയ ജീവിതത്തെ കർത്താവേ നിൻ്റെ ജീവിതത്തിൽ സമർപ്പിച്ചു. ഞാൻ ഗിൽഗാലിലേക്ക് എത്തുവാനുള്ള ഓട്ടക്കളത്തിൽ നിന്നെ ഷിത്തീമിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവം, ഇതാ അനുഗ്രഹിപ്പാൻ ഞാൻ കൽപ്പന പ്രാപിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മാറ്റിക്കളയുവാൻ കഴിയുകയില്ല. ആമേൻ. ഈ സംഖ്യാപുസ്തകം 23:20 സോ ഇതിനോടൊപ്പം വളരെ ശക്തമായ മറ്റൊരു വചനവുമുണ്ട്. യാക്കോബിൻ്റെ നേരെ ആഭിചാരം ഫലിക്കത്തില്ല, ഇസ്രായേലിൻ്റെ നേരെ ഒരു പ്രശ്നവും ഏൽക്കത്തില്ല. ആമേൻ. സോ നമ്മളുടെ ദൈവം നമുക്കൊരു വാതിൽ തുറന്നെങ്കിൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റത്തില്ല. എത്ര പേരെയും കൊണ്ട് നമുക്കെതിരായി സംസാരിക്കാൻ നോക്കിയാൽ, നമുക്കെതിരായി എത്ര സൈന്യങ്ങൾ പാളയമിറങ്ങിയാലും ശപിക്കാൻ നോക്കിയാലും ഇതൊന്നും നടക്കത്തില്ല. കാരണം ഗാഡ് ഈസ് ഇൻ കൺട്രോൾ, ബിക്കോസ് യു ആർ റൈറ്റസ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജായ ബാലോക്ക് ആലോചിച്ചതും ബയോറിൻ്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ഷിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഇന്ന് ഓർക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു, അവൻ്റെ ന്യായം നമുക്ക് ലഭിച്ചിരിക്കുന്നു, നമുക്ക് ദയ ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ കർത്താവ് എന്തു പറയുന്നു അത് ചെയ്യുക. ഞാനോ കുറയണം, ദൈവമോ വളരണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു യോദ്ധാവായി ഓട്ടക്കളത്തിലോടി പൗലോസിനെ പോലെ വിരുദ് പ്രാപിക്കണം നമ്മൾ ഓരോരുത്തരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ നയിക്കട്ടെ, വിശാലതയിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ ജേർണിയിൽ, പ്രാർത്ഥനയിൽ കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുക. നമ്മുടെ പ്രാർത്ഥന വീണ്ടും ഉണരട്ടെ, എഴുന്നേൽക്കുക. നിങ്ങൾ തളർന്നിരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഒരു ഗിൽഗാൽ, പുതിയ തുടക്കത്തിൻ്റെ സ്ഥലം. യോർദാൻ നീ കടക്കും, നീ മുന്നോട്ട് യാത്ര ചെയ്യും. നിന്റെ നിന്ദ, മിസ്രൈമിൻ്റെ നിന്ദ കർത്താവ് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹെബ്രായ ലേഖനം 11 ഓട്ടക്കളത്തിൽ വിശ്വാസത്തിൽ ഓടിയവരുടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ദിവസങ്ങളിൽ ഓട്ടക്കളത്തിൽ ഓടുന്ന വിശ്വസ്തരായവരെ ഓർത്തുകൊണ്ട്, അവരെ നോക്കിക്കൊണ്ട് നിങ്ങളും ഓട്ടക്കളത്തിൽ ഓടുവീൻ, വിരുദ് പ്രാപിക്കും. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഭൗതികമായ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടുമല്ല, ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ദൈവഹിത പ്രകാരമാണ് നിങ്ങൾ പക്ഷപാതം ചെയ്യുന്നതെങ്കിൽ നിങ്ങളും ഗിൽഗാലിലെത്തും.
നിശ്ചയമായും. ഹല്ലേലൂയ. എൻ്റെ ഈ ടെസ്റ്റിമണി നിങ്ങളുടെ ജീവിതത്തെ ടച്ച് ചെയ്തെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറും. God has a great plan about you. Take care. God bless you.